സ്ഥാനാർത്ഥികളൊന്നും ഇവിടെ തിരിഞ്ഞു നോക്കാറില്ല. അന്യനേതരെ ഇവിടെ വന്നിട്ട് ഇന്ന് ഇപ്പോഴാണ് വാൽപോഷി കൂടെയാണ് കാണുന്നത്. റോഡ് ഒരു സൈഡ് തോണ്ടിട്ടുണ്ട്, അത് ഇട്ട് കഴിഞ്ഞാൽ മറു സൈഡിൽ അവര് തോണ്ടണം. അങ്ങനെയല്ല, ഈ രണ്ട് സൈഡ് തോണ്ട് വേണ്ട വരണ്ടേ, ആളുകൾ വരണ്ടേ. നമ്മള് 10 രൂപയ്ക്ക് വന്ന് വാങ്ങിക്കാൻ വന്നാലും കുണ്ടും കുളി റോഡില്ല, പിന്നെ കടയുടെ ഇതുകൊണ്ട് അങ്ങനെയൊക്കെ ആളുകൾ അത്ര കടയിൽ സഞ്ചരിക്കാറുണ്ട്. ഇവിടെ അങ്ങനെ ഒരു പാർട്ടിക്കാരും ഞാൻ 24 മണിക്കൂർ ഇവിടെ ഞാനുണ്ട് ഈ മാർക്കറ്റിലുണ്ട്. അങ്ങനെ ഒരു രാഷ്ട്രീയക്കാരും പണം കണ്ടില്ല. കൗൺസിലറായാലും MP ആയാലും MLA ആയാലും മന്ത്രി ആയാലും ആരാലും ഒരു വിഷയം ഇവിടെ വന്നിട്ടേ. കച്ചവടത്തിൻ്റെ വാദിക്കണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഇവിടെ റോഡെല്ലാം പൊളിച്ചിട്ട് ഇപ്പോൾ ആൾക്ക് വരാനുള്ള നിവൃത്തിയില്ല. നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിൽ വരുന്ന ചാല മാർക്കറ്റിലാണ്. അവിടുത്തെ ജനങ്ങളുടെ ജീവിതാനുഭവങ്ങളും ദുരിതങ്ങളും കഷ്ടതകളും BMTVയിലൂടെ നമുക്ക് കേട്ടറിയാം. എല്ലാം തകടം മറിഞ്ഞു പോകുന്നു. കാരണം ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ ഈ റോഡ് കംപ്ലീറ്റ് ബ്ലോക്ക് ആയതിനു ശേഷം ഒരു വാഹനം വരാനോ ആൾക്കാർക്ക് വന്ന് ഒരു വണ്ടി കൊണ്ട് പാർക്ക് ചെയ്യാനോ എടുക്കാൻ ഒക്കാത്തൊരു സൗകര്യത്തിലായപ്പോൾ ഈ പാവപ്പെട്ട കച്ചവടക്കാരെല്ലാം രാത്രി വരെ 10-11 മണി വരെ ആവണം ഇതൊക്കെ വീട്ടിൽ പോയി ചേരാൻ വേണ്ടി. കാരണം കൊണ്ടുവന്ന സാധനങ്ങൾ വിറ്റഴിക്കണ്ടേ, അതിനുവേണ്ടി ആൾക്കാർ വന്നാലും വിറ്റഴിക്കാൻ കൊള്ളും. അത് ആൾക്കാർക്ക് വരണ്ടേ, വരാനൊരു വഴിയില്ല, ഒരു വണ്ടി പാർക്ക് ചെയ്യാൻ സൗകര്യമില്ല. പിന്നെ കോർപ്പറേഷനെ സംബന്ധിച്ചാണെങ്കിൽ എന്താണെന്ന് ഒരു കാര്യം അന്വേഷിക്കാനായിട്ട് ആരും ഇറങ്ങി വരണില്ല. നടപടിയില്ല. മുമ്പേണെന്നുണ്ടെങ്കിൽ തൂക്കാനൊക്കെ ആളുണ്ടായിരുന്നു. ഇപ്പൊ ഈ മാർക്കറ്റ് തൂക്കാൻ മാത്രം 2 സ്ത്രീകളെ വിടും, ആ വേസ്റ്റ് മാത്രം വാരി മാറ്റും. അങ്ങോട്ട് കിടക്കുന്ന വേസ്റ്റുകളെല്ലാം വാരി സ്റ്റാളിനകത്ത് തട്ടിക്കണം. കാരണം അവിടെയും കച്ചവടം ഇല്ലാതായി. ഒന്നും ചെയ്യണില്ല. അതിന് ആ ഓഫീസിനകത്തിരിക്കുന്ന ഒരാൾ ഇറങ്ങി വന്ന് ആ ജോലി ചെയ്ത ആള് എന്താണ് ചെയ്തത് എന്ന് നോക്കാനായിട്ട് അങ്ങനെ ഇറങ്ങി വരണമെന്നില്ല. വന്നു കഴിഞ്ഞാൽ പുള്ളിക്കാരന്റെ ചെരുപ്പിൽ മീൻ വെള്ളം വരണം. പിന്നെ വീട്ടിൽ പോകുമ്പോൾ നാറ്റമായിരിക്കും, അതുകൊണ്ടാണ് ഇറങ്ങി വരാത്തത്. എത്ര പരാതി പറഞ്ഞാലും നിങ്ങളോട് അത്ര ദുഷ്കരമായിട്ടാണ് അവർ പെരുമാറുന്നത്. അതാണ് കാരണം. നിങ്ങളുടെ ജീവിതത്തെ കുറിച്ച് അവർക്കൊരു പ്രശ്നമൊന്നുമില്ല. അവര് അവിടെ ബാനോട്ട് കയറി അങ്ങ് ഇരിക്കുകയല്ലേ. ഇവിടെ എന്ത് നടക്കണമെന്ന് അറിയണ്ട. അല്ലെങ്കിൽ ഒരു ജോലിക്കാർ വന്ന് ആ ജോലി എന്തിനാണ് ചെയ്ത്, ഏതാണ് വൃത്തിയുണ്ടോ എന്ന് നോക്കാനൊന്നും അറിയില്ല. ആ സൈഡ് പോയി നോക്കിക്കഴിഞ്ഞാൽ വേറും വേസ്റ്റ് കൊണ്ട് നിറഞ്ഞു കിടക്കുകയാണ്. ഈ വണ്ടിക്കാർ വരും, ആ പാട്ട കിടക്കണ വേസ്റ്റ് വാരിക്കൊണ്ട് അങ്ങ് പോവുകയും ചെയ്യും. അത്ര തന്നെ ചെയ്യുള്ളവര്, വേറെ ഒന്നും ചെയ്യില്ല. അപ്പുറം തിരിഞ്ഞ് പിരിഞ്ഞ് നോക്കില്ല. ഇവിടെ കിടക്കുന്നത് ഇതൊന്നും വരാണ്ട, ഒന്നും വരില്ല. എല്ലാം വലിച്ചെറിഞ്ഞ് 4 ഭാഗത്തും കിടപ്പുണ്ട്. അതിനെ അന്വേഷിക്കാനായിട്ട് ഇറങ്ങി വന്നത് എന്താണെന്ന് നോക്കാനായിട്ട് അവർക്ക് അതിനുള്ള സമയമില്ല. അതെന്തുകൊണ്ട് ജനങ്ങളുടെ പ്രശ്നത്തിന് അവർ ഇറങ്ങുന്നില്ല? ഇറങ്ങാതെ എന്റെ അഭിപ്രായത്തിൽ പറയണ അവരൊക്കെ ചെരുപ്പിൽ മീൻ വെള്ളം വരലും, അതുകൊണ്ടാണ് ഇറങ്ങാത്തത് അവര്. അല്ലാതെ അല്ലെങ്കിൽ പിന്നെ അവർക്ക് ഇറങ്ങി നോക്കണമല്ലോ. ഒരു തൊഴിലാളി ജോലി ചെയ്താൽ ആ തൊഴിൽ പ്രദേശം എങ്ങനെ ഇരിക്കണമെന്ന് അവർ നോക്കണം. അതിന്റെ ഉത്തരവാദിത്തം അവർക്കുണ്ട്. പക്ഷെ അത് അവർ ചെയ്യുന്നില്ലല്ലോ. അതിനിപ്പോ എന്ത് ചെയ്യാക്കും? അപ്പൊ ഈ ജോലിക്കാർ പോലിച്ച പാട് കളിച്ചിട്ട് അങ്ങ് പോക്കളയും. വാരിയത് പാതി വാരാത്ത പാതി ആ കളഞ്ഞിട്ട് അങ്ങ് പോകും. ഈ ചന്ത പോലും കഴിവുന്നില്ല. പിന്നെ എന്ത് ചെയ്യാക്കും? ഞാനാണ് കഴിവുള്ള ആള്. അത് എനിക്ക് കൂലി തരണത് ഈ ചന്ത പിടിച്ചേക്കണ പാർട്ടി തരയണം, അല്ലെങ്കിൽ ഇതും നാറും. ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾ തിരിഞ്ഞു നോക്കുന്നില്ല. അത് എന്നെ പരാതി. നിങ്ങൾക്ക് കച്ചവടം ഈ കച്ചവടം ചെയ്യണത് എന്ന പേരിൽ റോഡ് മൊത്തത്തിൽ കുഴി തോണ്ടി ഇടുമ്പോഴത്തേക്കും ആൾക്കാർക്ക് ഇവിടെ വന്നിട്ട് ആവശ്യ സാധനങ്ങൾ വാങ്ങാൻ സാധിക്കുന്നില്ല. ഒന്നും വാങ്ങിക്കാൻ വേണ്ടിയുള്ള സൗകര്യങ്ങളില്ല. ഒരു വണ്ടി കൊണ്ടൊന്ന് വെച്ചിട്ട് ഇറങ്ങി വരാൻ ഒക്കില്ല. ഇങ്ങനെയുള്ള കുഴപ്പമുള്ളത്. ഇനി ബാക്കിയുള്ളത് ഇപ്പൊ തിരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുമല്ലേ, അപ്പോഴത്തേക്ക് ഓരോ സ്ഥാനാർത്ഥികളും വന്ന് നിങ്ങളെ കാണൂല, ഒന്നും കാണില്ല. പിന്നെ ഒരു സ്ഥാനാർത്ഥി ഇതിലേ അങ്ങ് പോയെന്നുള്ളതേ ഉള്ളൂ. വോട്ട് കൊടുത്ത് ജയിപ്പിച്ച് വിട്ട സ്ഥാനാർത്ഥികളൊന്നും ഇവിടെ തിരിഞ്ഞു നോക്കാറില്ല. ഇലക്ഷൻ സമയത്ത് മാത്രം വന്ന് മുഖം കാണിച്ചിട്ട് പോകുന്ന ആൾക്കാരാണ്. ഈ പന്യനേതരെ ഇവിടെ വന്നിട്ട് ഇന്ന് ഇപ്പോഴാണ് ഈ വാൽപോഷി കൂടെയാണ് കാണുന്നത്. കാരണം പിന്നെ പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ആരും വരാറില്ല. കാരണം അവര് അങ്ങ് ഡൽഹിയിലാണ് പോണത്. ഈ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ കടയിൽ ആളില്ല. ഈ സൈഡ് മൊത്തം അവര് തോണ്ടിയിട്ടിരിക്കണേ. ഈ ആളുകൾ ഇങ്ങോട്ട് കയറി വരണില്ല. മൊത്തം മലക്കര കടക്കാരന്മാര് എല്ലാം കയറ്റി വെച്ചിട്ട് ഒരു ആട്ട വരണില്ല. അവിടെ കൂടെ ആട്ട വന്ന് ഇതിലെ വരണത്
അവരെ സമ്മതിക്കുന്നില്ല. ഈ മലക്കറി മൊത്തം അടച്ചു വെച്ചിരിക്കുകയാണ്. ഒരു ആട്ട സൗകര്യമായിട്ട് വന്നാൽ അവരെ ചീത്ത വിളിക്കുന്നുണ്ട് ആ സൈഡിലിരിക്കുന്നത്. ഇതാണ് ഇതിന്റെ അഭിപ്രായം. അപ്പം കോർപ്പറേഷൻകാർ വന്ന് തിരിഞ്ഞു നോക്കുന്നില്ല അവര്. ആദ്യം മുതലേ ഇവിടെ ഇങ്ങനെ തന്നെ ആയിരുന്നു. നേരത്തെ നല്ല നീറ്റായിട്ട് പോയത്. ഈ ഓട തോണ്ടിയിട്ട് ലേശ വെച്ച് ഇവിടെ മാർക്കറ്റിൽ ആളില്ല. അപ്പൊ വികസനത്തിന്റെ പേരിലല്ലേ ഇതൊക്കെ ചെയ്യുന്നു? റോഡിന്റെ പണിയും കാര്യങ്ങളും. റോഡ് ഒരു സൈഡ് തോണ്ടിക്കണ്ട് അത് ഇട്ട് കഴിഞ്ഞാൽ മറു സൈഡിൽ അവര് തോണ്ടാണ്. അങ്ങനെയല്ല, ഈ രണ്ട് സൈഡ് തോണ്ട് വാടക വരണ്ടേ, ആളുകൾ വരണ്ടേ, എല്ലാം തോണ്ടി കുടിച്ചിട്ടിരുന്നാ മതിയാ. ഈ മണ്ണും ചെടിയും കല്ലൊക്കെ അപ്പൊ അത് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടാണ്. അത് ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ ആളുകൾ വരാത്തത് കൂടുതൽ. ദിവസം ആവശ്യത്തിന് ഉള്ള കച്ചവടം നടക്കുന്നില്ല. വഴിയോരത്തിൽ മീൻ വിൽക്കണം, അതുകൊണ്ട് കടയിൽ ആള് കയറുന്നില്ല. ഈ വഴികളൊക്കെ വണ്ടിയൊക്കെ വരാൻ പറ്റൂല, അത് ഭയങ്കര ബുദ്ധിമുട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ 10 രൂപയ്ക്ക് വന്ന് വാങ്ങിക്കാൻ വന്നാലും കുണ്ടും കുളി റോഡില്ല, പിന്നെ കടയുടെ ഇതുകൊണ്ട് അങ്ങനെയൊക്കെ ആളുകൾ അത്ര കടയിൽ ചന്തയിൽ കയറുന്നില്ല. ഇതിൻ്റെ മുമ്പിലെങ്കിൽ കാലത്ത് 5 മണിക്ക് തുടങ്ങുമ്പോൾ രാത്രി 10 മണി വരെ കടയിൽ ആളുണ്ടായിരുന്നു ഇതിൻ്റെ മുമ്പിൽ. ഇപ്പോഴങ്ങനെ ആരുമില്ല. ഇത് തന്നെ ചാലകട കട മലക്കറിക്ക് വല്ല ആവശ്യത്തിന് വരുമ്പോൾ ഈ കടയിൽ കയറി 50 രൂപയ്ക്ക് മീൻ വാങ്ങിച്ച് 100 രൂപയ്ക്ക് വാങ്ങിച്ച് അങ്ങോട്ട് കൊണ്ടുപോകും. ഞങ്ങളിവിടെ ഇരുന്ന് ബുദ്ധിമുട്ടിച്ച് അങ്ങനെ ഇരിക്കും. റോഡ് ഇങ്ങനെ പൊളിച്ചിട്ടേക്കുന്നത് കൊണ്ടാണ് ആൾക്കാർ ഇങ്ങോട്ട് തീരെ റോഡ് പൊളിക്കാൻ പറ്റുന്ന ആളുകൾ. ഇപ്പൊ ഇവിടെ ചുറ്റുപാടും വേസ്റ്റും കാര്യങ്ങളൊക്കെ കിടക്കുന്നത്. അതിനെതിരെ കോർപ്പറേഷൻകാരൊന്നും ഇതിൽ തിരിഞ്ഞു നോക്കുന്നില്ലേ? തിരിഞ്ഞ് അവര് ഉച്ചയ്ക്ക് വന്ന് വാരിക്കൊണ്ട് പോകും. പിന്നെ അവിടെ കളിച്ച് അവിടെ കിടക്കണത് അത് വാരും, പിന്നെയും കൂടും. അങ്ങനെയുള്ള സ്ഥിതി തന്നെ ഉണ്ടാകും. വേസ്റ്റ് കൊണ്ടുപോകുന്നത് കോഴി വേസ്റ്റ് ഉണ്ട്, അത് വണ്ടി വന്ന് അവർ കയറ്റി വിടുന്നുണ്ട്. അത് തൂക്കത്തിനാണ് പൈസ, തൂക്കി അവർ കൊണ്ടുപോവുകയാണ്. അത് ഈ ചമ്പ വേസ്റ്റ് കോർപ്പറേഷൻകാർ വന്ന് അത് മാത്രം എടുത്തോണ്ട് പോകും. ഇപ്പൊ നമ്മളിവിടെ വിട്ടയാണ്, അവർ പെട്ടിക്കകത്തേക്കാണ്. ഈ വേസ്റ്റ് അവർ എടുക്കൂല, നമ്മൾ അവിടെ കൊണ്ട് ഇട്ട് കൊടുത്താൽ അവർ ആ വണ്ടി കൊണ്ടുവന്ന് അതിൽ തട്ടിക്കണം അവരെ കൊണ്ടുപോകും. ഇവിടുത്തെ ചാല മാർക്കറ്റിൽ തന്നെ ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ ഈ റോഡ് വെട്ടിയതിന് ശേഷം ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ മാർക്കറ്റിൽ ആരും വരാറില്ല. ഈ ടൈമിനൊക്കെ എന്തുമാത്രം ജനങ്ങൾ നിൽക്കേണ്ട ടൈമാണ്. ഇപ്പൊ എന്തെന്ന് ചോദിക്കേണ്ട ആളുണ്ട്. അതാണ് ഈ വേസ്റ്റ് അവരന്നു വാരുന്നുണ്ട്. വേസ്റ്റ് വാരി എറിഞ്ഞ കുടിവെള്ളം ഇവിടെ പ്രധാനമായിട്ടില്ല, കുടിവെള്ളം ഇല്ല. അത് ഈ ബാത്റൂം വന്നിട്ട് ഇതുകൊണ്ട് കിടക്കുന്ന ഇതാണ് ബാത്റൂം. ഈ ബാത്റൂമിൽ നിന്ന് ഈ സ്ത്രീയും പുരുഷൻ ഇറങ്ങിയിട്ട് പോയിട്ടാണ് സ്ത്രീകൾ കയറാനായിട്ട്. അത് നമുക്ക് ഈ രണ്ടാമത് നമ്മൾ കയറി പോകുമ്പോൾ നമുക്ക് ആ സ്മെല്ല് പിടിക്കുന്നില്ല. ഇത് ആണുങ്ങൾ ഇറങ്ങി പോയിട്ടാണ്. എല്ലാ സ്ത്രീകൾക്ക് ബാത്റൂമിൽ പ്രത്യേകം കൊടുക്കണം, ഈ പുരുഷന്മാർക്ക് പ്രത്യേകം കൊടുക്കണം. അങ്ങനെയില്ല, അങ്ങനെ ഒരു സംവിധാനമേ ഇവിടെ ഇല്ല. അത് കഴിഞ്ഞിട്ട് ഈ പേരിലേക്ക് ഭയങ്കര വേസ്റ്റ് കൂട്ടലാണ്. ഈ പെരി വഴിയൊക്കെ വന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ഈ കച്ചവടം വന്നിട്ട് ചാല മാർക്കറ്റ് അടിപൊളിയായിട്ട് കിടന്ന മാർക്കറ്റാണ്. ഞാൻ ഇവിടെ വന്ന് 45 വർഷം. 45 കുഞ്ഞിലേ ഞാൻ ഇവിടെ വന്നതാണ്. ഇവിടെ ഇങ്ങനെ ഒരു അവസ്ഥ വന്നു തുടങ്ങി. അത് ഇപ്പഴീ ഒരു 10 വർഷം കൊണ്ട് എന്തെങ്കിലും ഒരു ഇലക്ഷൻ വന്നിട്ട് ഒരു കൗൺസിലർമാർ ഈ 10 വർഷത്തിന് ശേഷം ആരും ഇങ്ങോട്ട് വന്നു ഈ ഒരു കൗൺസിലർ എന്താണ് ഇവിടെ നടക്കുന്നത്, ഇവിടെ എങ്ങനെ പോകുന്നു, ഇത് ഏത് രീതിയിൽ നടക്കുന്നു എന്തെന്ന് കേൾക്കാൻ ഇവിടെ ആരുമില്ല. എന്തിനാണ് ഒരു തെരഞ്ഞെടുപ്പ്? അതാണ് ഞങ്ങളുടെ ഓരോ ആവശ്യങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തിനാണ്? ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിയണോ ഇല്ല. അപ്പൊ കൃത്യസമയത്ത് അമ്മ വാടക കൊടുക്കുന്നുണ്ടോ? വാടകയൊക്കെ കറക്റ്റായിട്ട് കൊടുക്കും. എന്ന് വെച്ചാൽ ഡെയിലി വാടകയാണ്, വലിയ കുഴപ്പമില്ല. ഈ ലേലത്തിനാണ് അവർ കോൺട്രാക്ട് കോർപ്പറേഷൻ. അതിൽ നിന്ന് എല്ലാ മാർക്കറ്റേക്കാളും ഇവിടെ നല്ല കുറഞ്ഞ റേറ്റേ ഉള്ളൂ. അത് നമ്മൾ 100% തെറ്റല്ല. രാഷ്ട്രീയ പാർട്ടിക്കാരെങ്കിലും തിരിഞ്ഞു നോക്കുന്നുണ്ടോ? ഇവിടെ ഒരു പാർട്ടിക്കാർ ഞാൻ 24 മണിക്കൂർ ഇവിടെ ഞാനുണ്ട് ഈ മാർക്കറ്റുണ്ട്. അങ്ങനെ ഒരു രാഷ്ട്രീയക്കാരും വന്നിട്ടില്ല. കൗൺസിലറായാലും MP ആയാലും MLA ആയാലും മന്ത്രി ആയാലും ആരാലും ഒരു മനുഷ്യൻ ഇവിടെ വന്നിട്ടേ അവർക്ക് അവരെ ഇലക്ഷൻ കഴിയും അന്ന് തന്നെ അവർ എസ്കേപ്പ്. പിന്നെ നമ്മൾ ജോലി ചെയ്യാം, നമ്മൾ കഴിക്കുക. എന്ത് ബുദ്ധിമുട്ട് വന്നാലും നമ്മളെ സഹിക്കാം. എന്ത് വന്നാലും നമ്മൾ തന്നെ. അപ്പൊ നമ്മളെ ഇലക്ഷൻ കഴിഞ്ഞ കാര്യം എന്തിനാണ് വോട്ടിടാൻ പോകുന്നത്? പിന്നെ നമുക്കന്ന് ആ സമയത്ത് ഒരു ആവേശം, എന്തായാലും നമ്മളെ ഒരു വോട്ട് പാഴാക്കണ എന്തിനാണ്, നമ്മൾ ആർക്കെങ്കിലും ഒരു വോട്ടിടാം. അപ്പോൾ നമുക്ക് തോന്നും
നമ്മളൊക്കെ അത് ചെയ്യുകയും ചെയ്യും. എന്ത് പൊട്ടും ആര് വിലക്കാലും നമ്മൾ അന്ന് ചെയ്യും വോട്ട്. അതിൽ ആർക്കും ബുദ്ധിമുട്ടില്ല. എന്തിനാ പോകണമെന്ന് പറഞ്ഞ് വിഷമം തോന്നും. എന്തിനാണ് നമ്മൾ വോട്ട് ചെയ്യുന്നത്? ഇതുവരെ ഞങ്ങൾക്ക് ഒരു ആവശ്യം, നമ്മളൊരു ജൂനിയർ വരെ ഉണ്ട്, ഒരാവശ്യവും നടന്നിട്ടില്ല. എന്തെന്നൊരു നേതാക്കളൊന്നും കേട്ടിട്ടില്ല. കച്ചവടത്തിൻ്റെ വാതിക്കണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഇവിടെ റോഡെല്ലാം പൊളിച്ചിട്ട് ഇപ്പോൾ ആൾക്ക് വരാനുള്ള നിവൃത്തിയില്ല. വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല. ഇപ്പോൾ കച്ചവടം അങ്ങനെ വളരെ കുറവാണ്. മാർക്കറ്റ് പുതിയതായി കെട്ടിയതിന് ശേഷം ഞങ്ങൾക്ക് അതിനേക്കാളും കുറവാണ്. ഇപ്പോൾ ആൾ കയറണില്ല. പിന്നെ ഇപ്പോൾ ഇവിടെ വേസ്റ്റ് എടുക്കാൻ, കമ്പോളത്തിൽ വേസ്റ്റ് എടുക്കാനൊന്നും ആരുമില്ല, ആളില്ല. വേസ്റ്റ് കോർപ്പറേഷൻ എടുക്കണില്ല. വേസ്റ്റ് ഇവിടെ നീക്കം ചെയ്യപ്പെടുന്നില്ല എന്നാണ് പറയുന്നത്. വേസ്റ്റ് ഇവിടെ നിന്ന് നീക്കം ചെയ്യണില്ല. അവരൊരു വേസ്റ്റ് അവരൊരു കൊണ്ടുപോകും. അന്നുള്ള ചെലവിന് പോലും കിട്ടുന്നില്ല.